ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പം നമ്മുടെ വളരെ മനോഹരമായ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായി ലഭിക്കാൻ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് കേരളത്തിന്റെ ഭൂപ്രകൃതി, നമ്മുടെ പരീക്ഷയിൽ അധികവും ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു ഏരിയയാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. എത്രയാണ്? മൂന്നായിട്ടാണ് കേരളത്തെ തരംതിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശമെന്നും നമ്മളിങ്ങനെ വിളിക്കാറുണ്ട് അല്ലെ? മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശം. ഏതാണ്? ഈ മഞ്ഞ ഇതിൽ കാണുന്നതാണ് മലനാട് എന്ന് പറയുന്നത്. മഞ്ഞയാണ് മലനാട്. രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്നത്, അതായത് ഇത് തീരപ്രദേശം. രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്നത് എന്താണ്? അതാണ് ഇടനാട്. ഇടയിൽ കിടക്കുന്നത്, തീരപ്രദേശത്തിന്റെയും മലനാടിന്റെയും ഇടയിൽ കിടക്കുന്നത് അതാണ് ഇടനാട്. ഇടയിൽ കിടക്കുന്നത് ഇടനാട്. അപ്പൊ ഈ മഞ്ഞ കാണുന്നത് തീരപ്രദേശം, ഈ അറബിക്കടലിന്റെ തീരം, ഇതാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, തീരപ്രദേശം. ഇവിടെ എന്താണ്? ഇതാണ് മലനാട്. ഈ റെഡിൽ കാണുന്നതാണ് മലനാട് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രൗണോ റെഡോ എന്താണെന്ന് വിചാരിച്ചാൽ ചിന്തിക്കുക. അതാണ് ഇടനാട്. ഇവിടെ നമുക്കിങ്ങനെ തിരിക്കാം. ഇവിടെ എന്താണ്? ഇവിടെ തമിഴ്നാടും ഇവിടെ കർണാടകയുമാണ്. ഇവിടെ തമിഴ്നാടും ഇവിടെ കർണാടകയുമാണ്. ഇതാണ് കേരളം. ഇവിടെ അറബിക്കടൽ, നേരെ താഴെ കന്യാകുമാരിയുടെ ഒരു പോർഷൻ ഉണ്ട്. അത് കഴിഞ്ഞ ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ നമ്മൾ മൂന്നായി തിരിച്ചിരിക്കുന്നത്. അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇത് മലനാട്, ഇത് ഇടനാട്, ഇത് തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? അതവിടെ കൃത്യമായിട്ട് തന്നെ മനസ്സിൽ വെക്കുക. നമുക്ക് മലനാട് തൊട്ട് തുടങ്ങാം. മലനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് എന്ന് പറയുന്നത്. നമ്മൾ കാണാം മലനാട്, നമ്മൾ ഈ ചിത്രത്തിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ എന്താണ്? മലനാടാണ്. ഈ ഒരു ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇതാ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതാണ് മലനാട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ മലനാടാണ്. അതായത് ഭൂവിസ്തൃതിയുടെ 48%. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. കൃത്യമായി മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. അത് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 48%. 48%. ഇനി മലനാടിന്റെ ശരാശരി ഉയരമാണെങ്കിൽ അത് 900 മീറ്റർ ആണ്. മലനാടിന്റെ ശരാശരി ഉയരം പറയുമ്പോൾ 900 മീറ്റർ ആണ്. അപ്പൊ ഈ ഒരു 3 പോയിന്റും നല്ല രീതിയിൽ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അത് മലനാടാണ്. മറന്നുപോകരുത്, മലനാടാണ്. അതുപോലെ കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാട് എന്ന് പറയുന്നത്. 48%. ശരാശരി ഉയരം ചോദിച്ചാൽ അത് 900 മീറ്ററുമാണ്. 900 മീറ്റർ. ഇനി കേരളത്തിന്റെ ഏതു ഭാഗത്താണെന്ന്, ഭാഗം നമുക്കറിയാലോ. ഇതാ ഇങ്ങനെ നമ്മൾ ഇന്ത്യയുടെ മാപ്പിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് നോർത്ത് അതായത് വടക്ക്, ഇത് തെക്ക്. ഇങ്ങനെയാണല്ലോ വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ കേരളത്തിന്റെ മലനാട് എന്ന് പറയുന്നത് ഇതാ നമ്മളൊരു ഔട്ട്ലൈൻ ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് മലനാട് വരുന്നത്. അപ്പൊ ഇത് കേരളത്തിന്റെ കിഴക്കുഭാഗത്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണം. അതായത് പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്? തീരപ്രദേശം. കിഴക്കുഭാഗത്ത് ഏതാണ്? മലനാട്. കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭൂവിഭാഗം കൂടിയാണ് മലനാട്. കാരണം പശ്ചിമഘട്ടം ഗോവ മുതൽ കർണാടകയിൽ നിന്ന് ഇങ്ങനെ വരുന്നത് ആ ഒരു ഏരിയയിലൂടെയാണ്. അതായത് മലനാടിന്റെ ഏരിയയിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭൂവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ മലനാട്. കൃത്യമായി ഒന്നുകൂടെ മനസ്സിലാക്കുക. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭൂവിഭാഗം മലനാട്. അപ്പൊ മലനാടിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ വനങ്ങൾ കാണപ്പെടും. വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മലനാട്. നമുക്ക് വയനാട് എടുക്കാം, ഇടുക്കി എടുക്കാം, ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ എടുത്തു നോക്കുക നിങ്ങൾ. അവിടെ ഏറ്റവും കൂടുതൽ വനങ്ങൾ കാണപ്പെടുന്ന ഏരിയയാണ്. അപ്പൊ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശമാണ് മലനാട്. ഏതാണ്? മലനാട്. കണ്ണൂരിന്റെ ഔട്ടർ ഏരിയ ആയാലും വയനാടായാലും അതുപോലെ പാലക്കാടിന്റെ ഔട്ടറും അതുപോലെ നമ്മുടെ ഇടുക്കി ജില്ല, ഇതൊക്കെ നോക്കിയ വനങ്ങളാണ്. വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ഭൂപ്രദേശം അത്
മലനാടാണ് എന്ന് മനസ്സിലാക്കുക. മലനാട്. അതുപോലെ തന്നെ കൃത്യമായി മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് ആണ്, പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എത്ര മീറ്റർ ഉയരമുള്ള എത്ര മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്? അത് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. കൃത്യമായി ഇത് പഠിച്ചു വെച്ചേക്കണം, ചോദിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിൽ ചിലപ്പോൾ ചോദിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ മലനാടുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 20 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. അത് തെറ്റാണെന്ന് അറിയണമെങ്കിൽ നമുക്കറിയണം, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഓക്കെ. അതുപോലെ എന്താണ്, നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി 3 ഒഴിച്ച്, അതായത് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഒഴിച്ച് ബാക്കി എല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതിയാണ് മലനാട്. ഏതാണ്? മലനാട്. മൂന്ന് നദികൾ എന്ന് പറയുമ്പോൾ കബനി, ഭവാനി, പാമ്പാർ, ഈ 3 നദികൾ ഒഴിച്ച് ബാക്കി എല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഭാഗമാണ് മലനാട്. അത് കൃത്യമായി മനസ്സിലാക്കുക, ആ ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്നത് എന്താണ്? അത് പശ്ചിമഘട്ടമാണ്. അപ്പൊ സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. ആ പശ്ചിമഘട്ടം കടന്നു പോകുന്നത് മലനാടിലൂടെയാണ്. ഇനി മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല, ഒരേ ഒരു ജില്ല മാത്രമേ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ജില്ലയുള്ളൂ, അത് ആലപ്പുഴയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ആലപ്പുഴയാണ് മലനാട് ഉൾപ്പെടാത്ത ഏക ജില്ല എന്ന് പറയുന്നത്. ഓക്കെ, അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഇവിടെ മീശപ്പുലിമല എന്ന് പറയുന്നുണ്ടെങ്കിലും മീശപ്പുലിമല നമ്മുടെ PSC പ്രകാരം ദോഡാബേട്ടയാണ്. NCERT പാഠപുസ്തകത്തിലും ദോഡാബേട്ട എന്ന് തന്നെയാണ് പറയുന്നത്. PSCയുടെ ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, തെക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. അതിന് ഉത്തരമായി വന്നിരിക്കുന്നത് ദോഡാബേട്ടയാണ്. PSC നൽകിയ ഉത്തരം ദോഡാബേട്ടയാണ്. NCERT പാഠപുസ്തക പ്രകാരവും ദോഡാബേട്ട എന്ന് തന്നെയാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ 2637 മീറ്റർ ആണെങ്കിൽ മറ്റേ മീശപ്പുലിമല അത്ര ഇല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഇവിടെ ദോഡാബേട്ടയാണ് രണ്ടാമത്തെ ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയായിട്ട് പറയുന്നത്. കേരളത്തിലെ ഇത് എന്താണ്? മീശപ്പുലിമലയാണ്. ഓക്കെ, കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മീശപ്പുലിമല ആയിരിക്കും അവിടെ ഉത്തരമായിട്ട് വരിക. മീശപ്പുലിമല അഗസ്ത്യാർകൂടം എന്ന് പറയുന്നുണ്ട് എങ്കിലും അതല്ല, മീശപ്പുലിമലയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ മീശപ്പുലിമല എവിടെ സ്ഥിതി ചെയ്യുന്നു? മീശപ്പുലിമല പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നു. മീശപ്പുലിമല പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, മീശപ്പുലിമല എവിടെയാണ്? പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന്, വയനാട് കൂർഗ്, അതായത് കൂർഗ് എന്ന് പറയുമ്പോൾ കർണാടക ഏരിയയിലേക്ക് എത്തി. വയനാട് കൂർഗ് കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. ബ്രഹ്മഗിരി കുന്നുകൾ പശ്ചിമഘട്ട മലനിരയിലാണ്. വയനാടിന്റെയും കൂർഗിന്റെയും കർണാടകയുടെയും അതിർത്തിയിലാണ് ബ്രഹ്മഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടെ പഠിച്ചു വെക്കുക. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ, മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് നമ്മുടെ തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, വയനാടും ഇടുക്കിയും ഈ രണ്ടും എവിടെയാണ് വരുന്നത്? മലനാട്ടിലാണ്. മലനാട്ടിലാണ് വയനാടും ഇടുക്കിയും വരുന്നത്. അപ്പോ അവിടുത്തെ പ്രധാന എന്താണ് കാർഷിക വിളകൾ, കൃഷി വിഭവങ്ങൾ ഏതാണ്? തേയിലയും കാപ്പിയും ഏലവും കുരുമുളകും ഇഞ്ചിയും മഞ്ഞളും. ഇതൊക്കെ വയനാടും അതുപോലെ തന്നെ ഇടുക്കിയിലുമാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രധാന കാർഷിക വിളകൾ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളായിരിക്കും. ഇത് നമ്മൾ ആ സമയത്ത് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടും. ഇതിങ്ങനെ പഠിച്ചു പോകുന്നു വേണ്ട. മലനാട് എന്ന് പറയുന്നത് വയനാടും ഇടുക്കിയും ഉൾപ്പെടുന്ന പ്രദേശമാണെന്ന് മനസ്സിലായാൽ അവിടുത്തെ തേയിലയും കാപ്പിയും ഏലവും കുരുമുളകും ഇഞ്ചിയും മഞ്ഞളും നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കും. ഓക്കെ, അതവിടെ പഠിച്ചേക്കുക. ഇനി കേരളം, തമിഴ്നാട്, കർണാടക, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന വനമണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് തേയിലയും കാപ്പിയും സുഗന്ധദ്രവ്യങ്ങളും. ഓക്കെ, അത് നമുക്കറിയാം. സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. പിന്നീട് തമിഴ്നാട്, കർണാടക, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. ഏതാണ്? അഗസ്ത്യാർകൂടം എന്ന് മനസ്സിലാക്കുക. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്താണ് അഗസ്ത്യാർകൂടം. അങ്ങ് തിരുവനന്തപുരത്ത് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നു.
ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? പഴയ കാലങ്ങളിലെ PSC പരീക്ഷയിലെ മെയിൻ ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. അത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. 2016 യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ MAB മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖല ഏതാണ്? അതായത് ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖലയാണ് 2016 അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഇനി സംരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവ മണ്ഡലം. സംരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യമല. ഒന്നാമത്തേത് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഇനി അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് 2001. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം അത് 2001 ഏതാണ്? 2001. ഇനി സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം ചോദിച്ചാൽ 1868 മീറ്റർ. എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം 1868 മീറ്റർ ആണ്. അതായത് 6128.6 അടി. 6128.6 അടി. ഇനി അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്ക്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അഗസ്ത്യാർകൂടം നെടുമങ്ങാട് താലൂക്ക് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച് എങ്ങോട്ടാണ്? കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത്. കിഴക്കോട്ടേക്കൊഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് താമ്രപർണി. തമിഴ്നാടിന്റെ താമ്രപർണി എന്ന് പറയുന്ന നദിയാണ്. തമിഴ്നാട്ടിലാണ്. അപ്പൊ അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി, അപ്പൊ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നേരെ തമിഴ്നാടാണ്, കിഴക്കോട്ടൊഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് താമ്രപർണി. തമിഴ്നാട്ടിലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദികളാണ് കരമനയും നെയ്യാറും. കരമന നദിയും നെയ്യാറും തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട 2 നദികളാണ് കരമനയാറും നെയ്യാറും. കരമനയാറും നെയ്യാറും തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന നദികളാണ്. ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ്. അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന നദികളാണ് കരമനയും നെയ്യാറും എന്ന് മനസ്സിലാക്കുക. ഏതാണ്? കരമനയും നെയ്യാറും. ഇനി അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാറും പേപ്പാറയും ചെന്തുരുണിയും. ഒക്കെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ തിരുവനന്തപുരം ജില്ലയിലുള്ള നെയ്യാറും പേപ്പാറയും പിന്നെ ചെന്തുരുണി കൊല്ലം ജില്ലയിലെ ചെന്തുരുണിയുമാണ്. ഇത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. നെയ്യാറും പേപ്പാറയും ചെന്തുരുണിയും എന്ന് മനസ്സിലാക്കുക. ഇനി ആനമുടി പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്നറിയപ്പെടുന്ന ആനമുടിയാണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. രണ്ടാമത്തേത് ദോഡാബേട്ട. ഒന്നാമത്തത് ഏതാണ്? ആനമുടി. അപ്പൊ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി അതും ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ആനമുടി സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ഉയരം എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ്. 8842 അടി. 8842 അടി. ഓക്കെ, 8842 അടിയും 2695 മീറ്ററുമാണ് ആനമുടിയുടെ ഉയരം. 1862 ആദ്യമായിട്ട് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ് ആനമുടിയുടെ ഉയരം രേഖപ്പെടുത്തിയത്. ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത് 1862 ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ്. ഡഗ്ലസ് ഹാമിൽട്ടൺ. ഇനി ആനമുടി ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഇടുക്കി ജില്ലയിലാണ്. ആനമുടി ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിൽ ആനമുടി സ്ഥിതി ചെയ്യുന്നു. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ്. ഏതാണ്?
ആനമല, ആനമുടി. ഇത് ആനമുടിയാണെന്ന് കരുതുക. നോക്കുക, ഒരു മിനിറ്റ്. ഇത് ആനമുടിയാണ്, ആനമുടി. ഈ ആനമുടിയുടെ വടക്കെന്ന് പറയുമ്പോൾ ഈ ഏരിയയിലാണ്. ഇവിടെ ആനമല, ഇവിടെ ആനമല. വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമലയും വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് അതായത് മലനിര പളനിമല, പളനിമല. ഓക്കെ. തെക്കു ഭാഗത്ത് ഏതാണ്? ഏലമല. തെക്കു ഭാഗത്ത് ഏലമല. ഈ ഏലമലയാണ് കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, കാടമം ഹിൽസ്. ഏലമല കാടമം ഹിൽസ് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ കാടമം ഹിൽസ് ആണ് ഏലമല. അത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഭാഗത്താണ്. പ്രധാനമായും നമ്മൾ കേരളവുമായി വെച്ചിട്ടങ്ങ് പഠിക്കുക. ഓക്കെ, ഏലമല. ഓക്കെ, ഏലമലയാണ്. അപ്പൊ ആനമല, പളനിമല, ഏലമല. അപ്പൊ ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ആനമല, ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് പളനിമല, ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏലമല എന്നിങ്ങനെ പഠിക്കുക. ഓക്കെ, ഏലമല എന്നിങ്ങനെ പഠിക്കുക. ഓക്കെ, അടുത്തത് ആനമല, പളനിമല, ഏലമല ഇവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ആനമലയും പളനിമലയും ഏലമലയും സംഗമിക്കുന്നത് എവിടെയാണ്? ആനമുടിയിലാണ് എന്ന് മനസ്സിലാക്കുക. ആനമുടിയിലാണ്. ആനമലയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ആനമലയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ചോദിച്ചാൽ നീലഗിരിയാണ്. ഏതാണ്? നീലഗിരി. ഓക്കെ, അപ്പൊ ആനമലയുടെ വടക്കു ഭാഗത്ത് ഏതാണ് സുഖവാസ കേന്ദ്രം? നീലഗിരിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കുറച്ച് മലനിരകൾ ഏത് ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. അഗസ്ത്യാർകൂടം നമ്മൾ പറഞ്ഞു തിരുവനന്തപുരത്താണ്. അഗസ്ത്യാർകൂടം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അങ്ങനെയാണെങ്കിൽ റോസ്മല എവിടെയാണ്? റോസ്മല കൊല്ലമാണ്. അഗസ്ത്യാർകൂടം തിരുവനന്തപുരം, റോസ്മല കൊല്ലം. റോസ്മല കൊല്ലം. ശബരിമലയോ? ശബരിമല പത്തനംതിട്ട. ശബരിമല പത്തനംതിട്ട. പൂച്ചിമലയും പത്തനംതിട്ടയാണ്. പൂച്ചിമലയും പത്തനംതിട്ട. ചരൽക്കുന്നും പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 3 സ്ഥിതി ചെയ്യുന്നുണ്ട്: ശബരിമല, പൂച്ചിമല, ചരൽക്കുന്ന്. ഓക്കെ, ഇനി ഇടുക്കിയുടെ തേരോട്ടമാണ്. ഇടുക്കി അങ്ങോട്ട് വരികയാണ്. ആനമുടി, മീശപ്പുലിമല, കുമരിക്കൽ, ഇത്രയും ഇടുക്കിയാണ്. ആനമുടി, മീശപ്പുലിമല, കുമരിക്കൽ. ഓക്കെ, ഇടുക്കി. ഓക്കെ, കുമരിക്കൽ ഇടുക്കി. തിരുവില്ലാമല തൃശ്ശൂരിലും അമ്പുകുത്തിമല വയനാട്ടുമാണ്. അമ്പുകുത്തിമലയും ബാണാസുരയും ബ്രഹ്മഗിരിയും ചെമ്പ്ര കൊടുമുടിയും വരുന്നത് എവിടെയാണ്? വയനാടാണ്. അമ്പുകുത്തിമല, ബാണാസുര, ബ്രഹ്മഗിരി, ചെമ്പ്ര ഇത്രയും കൊടുമുടികൾ കടന്നു വരുന്നത് വയനാട്. അതുപോലെ അരിമ്പ്ര കുന്നുകൾ മലപ്പുറമാണ്. അരിമ്പ്ര കുന്നുകൾ മലപ്പുറം. വെള്ളാരിമല എന്നത് കോഴിക്കോടുമാണ്. വെള്ളാരിമല കോഴിക്കോട്. അപ്പൊ പൈതൽമല എവിടെയാണ്? പൈതൽമല കണ്ണൂരാണ്. പൈതൽമല കണ്ണൂരാണ്. ഏഴിമലയും കണ്ണൂരാണ്. റാണിപുരം കാസർഗോഡ്. റാണിപുരം കാസർഗോഡ്. ഓക്കെ, ഇനി ഈ പശ്ചിമഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചുരങ്ങൾ വരുന്നത്. അപ്പൊ ചുരങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 16 എണ്ണമാണ്. 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്. 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിൽ ഉള്ളത്. അതിൽ വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ താമരശ്ശേരി ചുരത്തെ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോടും വയനാടും. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ കോഴിക്കോടും വയനാടുമാണ്. അപ്പൊ വയനാടിന്റെ പ്രവേശന കവാടം എന്നാണ് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം അറിയപ്പെടുന്നത്. ഏതാണ്? വയനാടിന്റെ പ്രവേശന കവാടം. ഇനി താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ചോദിച്ചാൽ കരിന്തണ്ടനാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ. അപ്പൊ താമരശ്ശേരി ചുരം എവിടെയാണ്? വയനാടിനെയും അതുപോലെ തന്നെ കോഴിക്കോടിനും ഇടയിലാണ്. വയനാടിനെയും അല്ലെങ്കിൽ കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാലും താമരശ്ശേരി ചുരമാണ്. വയനാടിനെ ബന്ധിപ്പിക്കുന്നതും താമരശ്ശേരി ചുരം. ആരാണ് ഈ താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നത്? ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി കരിന്തണ്ടനാണ്. കരിന്തണ്ടൻ. ഇനി കേരളത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ആലുവാമൊഴി ചുരം. കേരളത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരം ആലുവാമൊഴി ചുരമാണ്. അതുപോലെ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്ത് പേരമ്പാടി ചുരം. ഈ നാടുകാണി ചുരം എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കേരളത്തിലെ പ്രധാന ചുരങ്ങളാണ് കമ്പമേട്, ഉടുമ്പൻചോല, തേവാരം എന്നിവ. ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നു. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനുമാണ്. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും അല്ലെങ്കിൽ കോഴിക്കോടിനെയും വയനാടിനെയും. ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയും. ആര്യങ്കാവ് പുനലൂരിനെയും ചെങ്കോട്ടയും. പെരിയാച്ചുരമാണെങ്കിൽ മാനന്തവാടിയെയും മൈസൂരിനെയും. പെരിയാച്ചുരം മാനന്തവാടിയെയും മൈസൂരിനെയും. പേരമ്പാടി ചുരമാണെങ്കിൽ കണ്ണൂരിനെയും കൂർഗിനെയും. കൂർഗ് എന്ന് പറയുന്നത് കർണാടകയിലാണ്. കണ്ണൂരിനെയും കൂർഗിനെയും പേരമ്പാടി ചുരമാണ് ബന്ധിപ്പിക്കുന്നത്.
പാൽച്ചുരമാണെങ്കിലോ വയനാടിനെയും കണ്ണൂരിനെയും പാൽച്ചുരം ബന്ധിപ്പിക്കുന്നു. വയനാട്, കണ്ണൂർ. ബോഡി നായ്ക്കന്നൂർ ചുരമാണെങ്കിൽ ഇടുക്കിയെയും മധുരയും, അതായത് കൊച്ചി, തേനി എന്നിവയാണ്. ഇടുക്കിയെയും മധുരയും ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നായ്ക്കന്നൂർ. ആലുവാമൊഴി തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയും. ആരംബോളി എന്നും ആലുവാമൊഴി അറിയപ്പെടുന്നുണ്ട്. ആലുവാമൊഴി അറിയപ്പെടുന്ന ആരംബോളി എന്നാണ്. തിരുവനന്തപുരം തിരുനെൽവേലിയെ ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരമാണെങ്കിലോ നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്നു. നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്നത് നാടുകാണി ചുരമാണ്. കമ്പം ചുരമാണെങ്കിൽ തൊടുപുഴയെയും തേനി. കമ്പം ചുരം, തൊടുപുഴ, തേനി. ഇനി കർക്കൂർ ചുരമാണെങ്കിൽ കേരളത്തെയും നീലഗിരി ജില്ലയും. കർക്കൂർ ചുരം കേരളം, നീലഗിരി. അപ്പൊ പ്രധാനമായും ചുരങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഒരു തവണ നാടുകാണി എന്ന് പറയുമ്പോൾ നിലമ്പൂരും ഗൂഡല്ലൂരും വയനാടാണ്. വയനാടിന്ന് മലപ്പുറമാണ്. മലപ്പുറത്തുനിന്ന് വയനാട് അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണ് കർണാടക ഊട്ടി ഏരിയയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നിലമ്പൂർ, ഗൂഡല്ലൂർ. അടുത്തത് പീഠഭൂമിയാണ്. ഇപ്പൊ കേരളത്തിലെ പീഠഭൂമി നോക്കാം. ഡക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. അപ്പൊ ഡക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്താണ് കേരളത്തിലെ ജില്ലയായ വയനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി എന്ന് മനസ്സിലാക്കുക. ഇനി വയനാട് പീഠഭൂമി. പ്രധാന പീഠഭൂമികൾ നോക്കിയാൽ കേരളത്തിലുള്ള പ്രധാന പീഠഭൂമിയാണ് വയനാട് പീഠഭൂമിയുണ്ട്, നെല്ലിയാമ്പതി പീഠഭൂമിയുണ്ട്, മൂന്നാർ പീരുമേട് പീഠഭൂമിയുണ്ട്, പെരിയാർ പീഠഭൂമിയുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട കേരളത്തിലെ പീഠഭൂമി, ഏറ്റവും വലിയ പീഠഭൂമി വയനാടാണ്. വയനാട് കൂടാതെ നെല്ലിയാമ്പതി പീഠഭൂമിയും മൂന്നാർ പീരുമേട് പീഠഭൂമിയും പെരിയാർ പീഠഭൂമിയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മലനാടും അതുമായി ബന്ധപ്പെട്ട ഏരിയയും ഇവിടെ തീർത്തു. അടുത്തത് നമ്മൾ ഇടനാടിലേക്ക് കടക്കുകയാണ്. ഇടനാട് തീരപ്രദേശത്തിന്റെയും മലനാടിന്റെയും ഇടയിൽ കിടക്കുന്ന ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇടനാട്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഇടനാട്. രണ്ടിന്റെയും 75 മുതൽ ഏതാണ്? മലനാടാണ്. അപ്പൊ 7.5ക്ക് താഴെ ഏതാണ്? തീരപ്രദേശമാണ്. അപ്പൊ 7.5 മുതൽ 75 വരെ ഇടനാടാണ്. ഏതാണ്? ഇടനാട്. അപ്പൊ കേരളത്തിന്റെ ആകെ വിസ്തൃതിയിൽ എത്ര ശതമാനമാണ്? 42%. 48% മലനാട്. 48% മലനാട്. പിന്നീട് എത്രയാണ്? 42% ഏതാണ്? ഇടനാട്. 42% ഇടനാട്. ഓക്കെ, അപ്പൊ 90% എവിടെയായി? 90% ഏതാണ്? മലനാടും ഇടനാടുമാണ് 90%. ബാക്കി വരുന്ന 10% തീരപ്രദേശം. അപ്പൊ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാടും 48% മലനാടും. പഠിച്ചു വെച്ചേക്കുക, മറക്കരുത്. ഇനി ഇടനാടിന്റെ പ്രത്യേകത എന്താണ്? ഇടനാടിന്റെ പ്രത്യേകത എന്താണ്? ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാമാണ് ഇവിടുത്തെ പ്രത്യേകത. ചെറിയ കുന്നുകൾ, താഴ്വരകൾ, നദീതടങ്ങൾ, ഇതാണ് ഇടനാടിന്റെ പ്രത്യേകത. ഓക്കെ, ഇടനാടിന്റെ പ്രത്യേകത ചെറിയ കുന്നുകൾ, താഴ്വരകൾ, നദീതടങ്ങൾ. വനങ്ങളും പീഠഭൂമികളും ഒക്കെ വരുന്നത് എവിടെയാണ്? വലിയ ആനമുടികളും ചുരങ്ങളും ഒക്കെ വരുന്നത് ഈ മലനാട്ടിലാണ്. ഇവിടെ ചെറിയ കുന്നുകളുണ്ട്, താഴ്വരകൾ ഉണ്ടാകും, നദീതടങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ഇടനാട്ടിലാണ്. ഇടനാടിന്റെ കിഴക്കേ അതിര് മലനാടും പടിഞ്ഞാറേ അതിര് തീരപ്രദേശവുമാണ്. കിഴക്കേ അതിര് മലനാടും പടിഞ്ഞാറേ അതിര് എവിടെയാണ്? തീരപ്രദേശവുമാണ് എന്ന് മനസ്സിലാക്കുക. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം പലപ്പോഴും ചോദ്യമായി വരുന്നുണ്ട്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും അതും ലാറ്ററൈറ്റ് മണ്ണാണ്. അതായത് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമായ ലാറ്ററൈറ്റ് മണ്ണ് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് 65%-ലധികം കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകളാണ്, അതായത് ചെങ്കൽ കുന്നുകൾ. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകളാണ്, ചെങ്കൽ കുന്നുകൾ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നിനെയാണ്. മലപ്പുറത്തെ അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നിനെയാണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് വർക്കല ക്ലിഫ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം വർക്കല ക്ലിഫ്. ആദ്യത്തേത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നുമാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജിയോളജിക്കൽ പാർക്ക് ലംഹോദ ഗ്രാമത്തിലാണ്. അതായത് മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലയിലെ ലംഹോദ ഗ്രാമം. വർക്കല ക്ലിഫിന് ഇതുവരെ GSIയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കുക. ഇനി കേരളത്തിന്റെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ. കേരളത്തിന്റെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്,
അടക്ക, റബ്ബർ, കാപ്പി, ചേന. ഇപ്പൊ നമ്മള് എന്താണ് കണ്ണൂരിന്റെ ഒരു ഏരിയ, അതുപോലെ തന്നെ കോട്ടയം, ഇതൊക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാവും. റബ്ബർ, അതുപോലെ കാപ്പി, അടക്ക, കുരുമുളക്, മരച്ചീനി, വാഴ, നെല്ല്, ചേന, ഇതൊക്കെ എവിടെയാണ്? ഇടനാട്ടിലാണ്. ഇതൊക്കെ ഇടനാട്ടിലാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ നേരെ തീരപ്രദേശത്തേക്ക് പോവുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ളത്, 7.5 മുതൽ 75 വരെ ഇടനാടും 75 മീറ്ററിന് മുകളിൽ മലനാടുമാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഭൂവിസ്തൃതി എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്താണ്. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിന്റെ മധ്യഭാഗത്താണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം അത് കുട്ടനാടാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. അങ്ങനെയാണെങ്കിൽ തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ നമ്മൾ കുട്ടനാട് എടുത്തു നോക്കുക. ഒന്ന് നെല്ലാണ്. പിന്നെ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ളത് തെങ്ങുമാണ്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ നെല്ലും തെങ്ങുമാണ്. നെല്ലും തെങ്ങുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു അത് തോറിയമാണ്. തോറിയം. ഓക്കെ, തോറിയമാണ്. മനസ്സിലാക്കി വെക്കുക, ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരമാണ് കൊളാവി പാലം. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരം അത് കൊളാവി പാലമാണ്. കൊളാവി പാലം. ഇനി കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞമാണ്. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണ്? അത് വിഴിഞ്ഞത്താണ് എന്ന് മനസ്സിലാക്കുക. വിഴിഞ്ഞം. അതുപോലെ തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 5 ആണ്. തീരദേശ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 5 ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 ജില്ലക്കാണ് കേരളത്തിൽ കടൽ തീരമുള്ളത്. കടൽ തീരമുള്ള ജില്ലകൾ 9 എണ്ണം. കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 എണ്ണം. കടൽ തീരമില്ലാത്തത് 5 എണ്ണം. കടൽ തീരമില്ലാത്ത 5 ജില്ലകൾ നോക്കിയാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്ക് കടൽ തീരമില്ല എന്ന് മനസ്സിലാക്കുക. കടൽ തീരമില്ല. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല അത് കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള അല്ലെങ്കിൽ തീരപ്രദേശമുള്ള ജില്ല കൊല്ലവുമാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരം കണ്ണൂരും ഏറ്റവും കുറവ് കടൽ തീരം കൊല്ലത്തുമാണ്. കൊല്ലം. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ അത് ചേർത്തല താലൂക്കാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല താലൂക്കാണ്. ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ആലപ്പുഴ ജില്ലയുടെ ഭാഗം. ഇനി കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് തൃശൂർ. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശൂരാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാടാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂർ. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ചോ അതും മുഴപ്പിലങ്ങാടാണ്. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് മുഴപ്പിലങ്ങാട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. ഇനി കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചോ? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് പറയുന്നത്. ഇനി പ്രധാന ബീച്ചുകൾ നമുക്കൊന്ന് നോക്കാം. അതുപോലെ പാപനാശം, വർക്കലയിൽ സ്ഥിതി ചെയ്യുന്ന പാപനാശം ബീച്ച്, ശംഖുമുഖം, കോവളം എന്നിവ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പാപനാശം, വർക്കല ബീച്ചാണ് പാപനാശം എന്നറിയപ്പെടുന്നത്. പാപനാശം, ശംഖുമുഖം, കോവളം തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തങ്കശ്ശേരി ബീച്ച്, തിരുമുല്ലാവാരം, അഴീക്കൽ ബീച്ച് എന്നിവ കൊല്ലം ജില്ലയിലാണ്. തങ്കശ്ശേരി ബീച്ച്, തിരുമുല്ലാവാരം, അഴീക്കൽ എന്നിവ കൊല്ലം ജില്ലയിൽ. എന്നാൽ തുമ്പോളിയും തൈക്കലും പുറക്കാടും എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. തുമ്പോളി, തൈക്കൽ, പുറക്കാട്. തുമ്പോളി, തൈക്കൽ, പുറക്കാട് ആലപ്പുഴ ജില്ല. ചെറായി ബീച്ചും മുനമ്പം ബീച്ചും എറണാകുളമാണ്. ചെറായി ബീച്ചും മുനമ്പം ബീച്ചും എറണാകുളമാണ് എന്ന് മനസ്സിലാക്കുക. ചെറായി ബീച്ച്, മുനമ്പം ബീച്ച് എറണാകുളം. അങ്ങനെയാണെങ്കിൽ ചാവക്കാട് ബീച്ച്, സ്നേഹതീരം, മുനക്കൽ, വാടാനപ്പള്ളി എന്നിവ തൃശ്ശൂരുമാണ്. ചാവക്കാട്, സ്നേഹതീരം, മുനക്കൽ, വാടാനപ്പള്ളി എന്നിവ തൃശ്ശൂരുമാണ്. പടിഞ്ഞാറേക്കര, വക്കാട്, പൊന്നാനി എന്നിവ മലപ്പുറത്താണ്. പടിഞ്ഞാറേക്കര,
വക്കാട്, പൊന്നാനി, മലപ്പുറം. മാറാട്, കാപ്പാട്, ബേപ്പൂർ. മാറാട്, കാപ്പാട്, ബേപ്പൂർ എന്നിവ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ. പയ്യാമ്പലം ബീച്ചും ധർമ്മടം ബീച്ചും മുഴപ്പിലങ്ങാട് ബീച്ചും കണ്ണൂർ ജില്ലയിൽ. പയ്യാമ്പലം ബീച്ചും ധർമ്മടം ബീച്ചും മുഴപ്പിലങ്ങാട് ബീച്ചും കണ്ണൂർ ജില്ലയിലുമാണ്. ഇനി ബേക്കൽ ബീച്ച് ആണെങ്കിലോ കാസർഗോഡാണ്. ബേക്കൽ ബീച്ച് കാസർഗോഡ്. ബേക്കൽ ബീച്ച് കാസർഗോഡ്. ഇനി നമ്മൾ പലപ്പോഴും ചാകര ചാകര എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ചാകര? അതായത് മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. എവിടെയാണ്? അറബിക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അല്ല, മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത്. ഏതാണ്? ചാകര. ഈ എന്താണ് ചാകര എന്ന് പറയുന്നത് ചോദിച്ചാൽ, ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കവെള്ളത്തിലെ പ്ലവങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്നതിനെയാണ് ചാകര എന്ന് പറയുന്നത്. ഇതാണ് ചാകര. ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കാണുന്നത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് തീരമേഖലയിലാണ്. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് തീരമേഖലയിലാണ് ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കാണുന്നത്. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം അതെവിടെയാണെന്നറിയോ? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയാണ്. എവിടെയാണ്? ആലപ്പുഴ. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. നീണ്ടകര എവിടെയാണ്? കൊല്ലം. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര. അത് കൊല്ലം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കോൾ നിലങ്ങൾ. എന്താണ് കോൾ നിലങ്ങൾ? സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളാണ് കോൾ നിലങ്ങൾ എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളെയാണ് കോൾ നിലങ്ങൾ എന്ന് പറയുന്നത്. കോൾ നിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ 0.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ താഴെയാണ്. 0.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ താഴെയാണ് കോൾ നിലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ കേരളത്തിലെ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന പ്രധാന ജില്ലകളാണ് തൃശ്ശൂരും മലപ്പുറവും. കേരളത്തിൽ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ചോദിച്ചാൽ തൃശ്ശൂരും മലപ്പുറവുമാണ്. തൃശ്ശൂർ കോൾ നിലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പുഴയാണ് പുഴയ്ക്കൽ പുഴ. താണിക്കുടം പുഴ എന്നും അറിയപ്പെടും. പുഴയ്ക്കൽ പുഴ അഥവാ താണിക്കുടം പുഴ. തൃശ്ശൂരിന്റെ കോൾ നിലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പുഴയാണ് പുഴയ്ക്കൽ പുഴ അല്ലെങ്കിൽ താണിക്കുടം പുഴ. ഇനി തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് കോൾ നിലങ്ങൾ എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് കോൾ നിലങ്ങൾ. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലകളാണ് കോൾ നിലങ്ങൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലകളും കോൾ നിലങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ എന്താണ് ഭൂപ്രകൃതിയാണ് നമ്മളിവിടെ കാണിച്ചത്. ഓരോ ഭൂപ്രകൃതിയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളും നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ഇതുപോലെ പഠിച്ചു പോവുക. ഇതിന്റെ PDF ഒക്കെ നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ കൃത്യമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രീതിയിൽ പഠിച്ചു മുന്നോട്ട് പോവുക. എക്സ്ട്രാ പോയിന്റുകളൊക്കെ ആഡ് ചെയ്യണം. അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. അപ്പൊ ആ രീതിയിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പൊ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ 7306662334 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7306662334 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ ബിവറേജസ് LDCക്കും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.